സാറിന്റെ ബാച്ചിൽപ്പെട്ട ഒരു വട്ടം സംവിധായകരുടെ ഈ മഹാപ്രതിഭകളോടുള്ള ഒരു അസോസിയേഷനെ പറ്റി ഇനി നമ്മളോടൊപ്പം സത്യൻ സാർ വീഡിയോ കോളിൽ ചേരുകയാണ്. ഒന്ന് കാണാം. ലളിത ചേച്ചി എൻ്റെ സിനിമകളിലെ അവിഭാജ്യ ഘടകമായിരുന്നു. എൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ലളിത ചേച്ചി, മാമുക്കോയ, ഇന്നസെന്റ് ഇവരൊന്നും ഇല്ലാത്ത പടങ്ങളെ പറ്റി പലപ്പോഴും ഞാൻ ആലോചിക്കാറില്ല. ചേച്ചി എന്നെ പറഞ്ഞിട്ടുള്ളത് ഭരതേട്ടനൊക്കെ കൂടുതൽ ചേച്ചി അഭിനയിച്ചിട്ടുള്ള എൻ്റെ സിനിമകളിലാണെന്നാണ്. എനിക്ക് ഒരു വൈകാരികമായിട്ട് തോന്നുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് 2 തവണ അഭിനയം നിർത്തിപ്പോയിട്ടും ചേച്ചിയെ അഭിനയ രംഗത്തേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതെൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ആദ്യം ഭരതേട്ടനെ കല്യാണം കഴിച്ചതിന് ശേഷം ഇനി സിനിമാ രംഗത്തേക്കില്ല, കുടുംബജീവിതത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ ചേച്ചി പിന്മാറിയ സമയത്ത് അന്ന് ഞാൻ അടുത്തടുത്തൊരു സിനിമ പ്ലാൻ ചെയ്തു. അന്ന് അത് തിലകനും ചേച്ചിയും സുകുമാരി ചേച്ചിയും കരമനും അങ്ങനെ 4 പേരുടെ ഒരു ടീമാണ് ആ പടത്തിലുണ്ടായിരുന്നത്. ആദ്യകാലത്താണ്. അപ്പം ലളിതേച്ചി സിനിമയിൽ അഭിനയിക്കുന്നില്ല. അപ്പം ഞാൻ ജോൺ പോളിൻ്റെ അടുത്ത് പറഞ്ഞു, ഭരതേട്ടനെ സ്വാധീനിച്ചിട്ട് നമുക്ക് അത് സാധിക്കാം, ഒരു സിനിമയിലെങ്കിലും അഭിനയിക്കുമെന്ന് പറഞ്ഞ് വരുത്താൻ പറ്റുമോ. അങ്ങനെ ഭരതേട്ടൻ നിർബന്ധിച്ചിട്ടാണ് അടുത്തടുത്ത് എന്നുള്ള സിനിമയിൽ ചേച്ചി വന്നത്. പിന്നെ തുടർച്ചയായിട്ട് ചേച്ചി അഭിനയിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ അതിനേക്കാൾ തീവ്രമായൊരു ദുഃഖത്തോടു കൂടിയിട്ടാണ് ഭരതേട്ടൻ്റെ വിയോഗത്തിന് ശേഷം ഞാൻ ഈ അഭിനയ രംഗത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചി മാറി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ വീണ്ടും ചില വീട്ടുകാരെങ്കിൽ എന്നുള്ള സിനിമ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ തിലകനും ലളിത ചേച്ചിയും വളരെ മസ്റ്റാണ്. അവരില്ലെങ്കിൽ എനിക്ക് ആ സിനിമ ആലോചിക്കാൻ പറ്റും വയ്യ. അപ്പോൾ ചേച്ചി വരുന്നില്ല, ഞാൻ വിളിച്ചു നോക്കി വരുന്നില്ല എന്ന് പറഞ്ഞു. സത്യ, എനിക്ക് അവിടെ നിന്ന് വന്നാൽ ഭരതേൻ്റെ കൂട്ടുകാരൊക്കെ കാണേണ്ടി വരും, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ ചേച്ചി വളരെ വിഷമത്തോടു കൂടി മാറിയിരിക്കുകയായിരുന്നു. അന്ന് PV ഗംഗാധരനും ഞാനും കൂടിയിട്ട് ശ്രീകുട്ടീനെയും സിദ്ധാർത്ഥ ഭരതനെയും, അവർ കുട്ടികളാണ്, അവരെ സ്വാധീനിച്ചിട്ട് അവരുടെ നിർബന്ധത്തോടു കൂടിയിട്ടാണ് ചേച്ചി വരണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലൂടെ അഭിനയ രംഗത്തേക്ക് വരാൻ സാധിച്ചത്. അത് പലപ്പോഴും ചേച്ചി ചില വേദികളിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ, ഒരു സിനിമ, ഞാൻ പുതിയ സിനിമ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ എഴുത്തിലാണ്. അപ്പോൾ ഒരു വലിയ പ്രശ്നം ഈ കഥാപാത്രങ്ങളുടെ മുഖങ്ങൾ തെളിയുന്നില്ല എന്നുള്ളതാണ്. അതായത് സെൻട്രൽ ക്യാരക്ടേഴ്സ് കഴിഞ്ഞപ്പോൾ മോഹൻലാലാണ് അടുത്ത സിനിമയിൽ അഭിനയിക്കുന്നത്. മോഹൻലാലിൻ്റെ അല്ലെങ്കിൽ നായികയുടെ കഴിഞ്ഞാൽ മറ്റ് കഥാപാത്രങ്ങളെ പറ്റി എഴുതുമ്പോൾ പണ്ടാണെങ്കിൽ ഇത് ലളിത ചേച്ചി, ഇത് ഇന്നസെന്റ്, ഇത് ഒടുവിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് മുഖങ്ങൾ കാണുമായിരുന്നു എഴുതുന്നതിന് മുമ്പ്. ഇപ്പോൾ അങ്ങനെ ഒരു മുഖങ്ങൾ കാണാൻ പറ്റാതായ ഒരു സങ്കടമുണ്ട്. ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ ലളിത ചേച്ചി, അതായത് എനിക്കൊന്നും സത്യൻ സാർ ചെയ്ത, ലളിത ചേച്ചി ജീവിച്ചിരുന്നോളം കാലം സത്യൻ സാർ ചെയ്ത എല്ലാ സിനിമകളിലും ലളിത ചേച്ചിയെ അഭിനയിപ്പിച്ചിട്ടുണ്ട്. വേറൊരു വലിയ കൗതുകം, ഈ പട്ടണപ്രവേശം, നാടോടിക്കാറ്റ്, അക്കരെ അക്കരെ എന്ന് പറയുന്ന ആ ഒരു സീരീസിൽ ഒരു ഡബിൾ റോൾ ഉള്ളത് ആകെ ലളിത ചേച്ചിക്ക് മാത്രമാണ്. നാടോടിക്കാറ്റും പട്ടണപ്രവേശവും സത്യൻ സാറും, അക്കരെ അക്കരെ പ്രിയദർശൻ സാറുമാണ് ചെയ്തതെങ്കിലും അക്കരെ അക്കരയിൽ വേണുചേട്ടൻ്റെ ഭാര്യയായിട്ടുമുണ്ട്, ഇവിടെ അംബിക ചേച്ചിയുടെ അമ്മയായിട്ടുമുണ്ട്. അത്രയധികം അവിഭാജ്യമായ ഒരു മുഖമാണ് ഇവർ. ഞാൻ നേരത്തെ ആദർശ്യമായിട്ട് ഈ ചോദ്യം ചോദിച്ചു, എഴുതുമ്പം മുഖം ഓർമ്മ വരുന്നുണ്ടോ എന്നുള്ളത്. തിരിച്ചു വന്നാൽ കമൽ സാറ് ഭരതൻ സാറിൻ്റെ ശിഷ്യനാണ്. ഒരുപക്ഷെ ഒരു ഗുരുദക്ഷിണ എന്നൊക്കെ ഉള്ളൊരു റൂട്ടിലാണോ നമ്മൾ എന്ന് പറയുന്ന പടം സംവിധാനം ചെയ്യുമ്പം സിദ്ധാർത്ഥനെ അതിൽ ഉൾപ്പെടുത്താം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായത്? ഗുരുദക്ഷിണ എന്ന് പറയാൻ പറ്റൂല. കാരണം അന്ന് സിദ്ധാർത്ഥൻ അഭിനയിക്കാനായിട്ട് താല്പര്യമായിട്ട് നടക്കുന്ന ഒരാളല്ല. സിദ്ധാർത്ഥന് സംവിധാനമാണ് താല്പര്യമെന്ന് എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ. അതും ക്ലിയർ ആയിരുന്നില്ല. എന്നോട് ഒരിക്കലും സിദ്ധാർത്ഥനോ അല്ലെങ്കിൽ ലളിത ചേച്ചിയോ അഭിനയിക്കണമെന്ന് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏതോ ഒരു കല്യാണത്തിൻ്റെ, അത് ശ്രീകുട്ടിയുടെ ആണോ ആരെയാണെന്ന് അറിയില്ല, ഒരു കല്യാണത്തിൻ്റെ ഫോട്ടോസ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ, ഇവൻ ഇങ്ങനെ സിദ്ധാർത്ഥ വലുതായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളതിൻ്റെ കഥാ ഡിസ്കഷൻ നടക്കുക. കലൂർ രവികുമാറാണ് അത് എഴുതിയത്. അപ്പോൾ രവിയും ഞാനും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ പ്രധാന കഥാപാത്രം ശ്യാം എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് ഭരതേട്ടൻ്റെ മോൻ, ലളിത ചേച്ചിയുടെ മോനെ ആലോചിച്ചാലോ എന്നിങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു ഡിസ്കഷനിൽ വന്നു. അപ്പോൾ എനിക്ക് തോന്നി അവന് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ അറിയോ എന്നൊക്കെ തന്നെ ഉണ്ടല്ലോ, കാരണം താല്പര്യം ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും ലളിത ചേച്ചിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചിനെ വിളിച്ചു. അപ്പോൾ ചേച്ചി ആദ്യം ചിരിച്ചു. അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, ചേച്ചി സെൻട്രൽ ക്യാരക്ടറാണ്, അതിലെ മെയിൻ ഹീറോ ആയിട്ടാണ് അഭിനയിക്കേണ്ടത്. എടാ എന്നോട് ചോദിച്ചു, കമല അവനെ അഭിനയിക്കുമോ, അത്രയൊക്കെ വലിയൊരു റോൾ അഭിനയിക്കുമോ, അവനെ പിടിച്ചാൽ കിട്ടുമോ എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ലളിത ചേച്ചി അന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ്, പിടിച്ചാൽ കിട്ടുന്ന കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. അല്ല അങ്ങനെയല്ല, അവൻ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇട്ട് പോയാൽ ഞാൻ ഉത്തരവാദിയല്ല കേട്ടാന്ന് പറഞ്ഞു. എന്തായാലും ഒരു കാര്യം നേരിട്ടൊന്ന് വിളിച്ച് കമല എന്നെ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ അവനെ സംസാരിച്ചു. അവന് താല്പര്യം ഉണ്ടെന്നുള്ള അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ വന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് നേരെ തൃശ്ശൂർ, ഞാനും ഡേവിഡ് കാച്ചപ്പള്ളിയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. ഡേവിഡ് കാച്ചപ്പള്ളിയും കലൂർ രവികുമാരൊക്കെ ഉണ്ട്. അവിടെ ഇരിക്കുമ്പോൾ വന്നു.
വന്നു കഴിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് സിദ്ധുവിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. പിന്നെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെയാണ് അഭിനയിക്കുക. അപ്പോൾ ഇടക്കിടക്ക് ചേച്ചി എൻ്റെ അടുത്ത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചു ചോദിക്കുമായിരുന്നു, അല്ല വലിയ റോളല്ലേ? ഞാൻ പറഞ്ഞു വലിയ റോൾ, അവർ ഡാൻസ് ചെയ്യണം, പാട്ട് പാടണം, അത്യാവശ്യം ഒരു ഫൈറ്റ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്, എന്നാൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് സീനുണ്ട്. അങ്ങനെ എന്നൊന്ന് ട്രെയിൻ ചെയ്യിച്ച് എടുപ്പിക്കണോട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ട്രെയിൻ ചെയ്യൊന്നും വേണ്ട ചേച്ചി, അവൻ റോ ആയിട്ട് ഇങ്ങ് വന്നാൽ മതി, അവൻ്റെ ഫ്രീഡത്തോടുകൂടി അവനെ അഭിനയിക്കട്ടെ, അത് ശരിയായിക്കോളും എന്നുള്ളൊരു എന്തോ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു.